ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി ലീവ്സ്. റോസ്മേരി ലീവ്സ് വെച്ചിട്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് റോസ്മേരി ലീവ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്മേരി ലീവ്സ് ഉപയോഗിച്ചപ്പോൾ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ചേരണം എന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മുടിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടിയിലെ ആ ഒരു വ്യത്യാസമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു 2-3 കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചു, അപ്പോൾ ഈ റോസ്മേരിൻ്റെ ഹെയർ ഗ്രോത്ത് വാട്ടർ മാത്രമാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോസ്മേരി വെച്ചിട്ട് എന്തെങ്കിലും പാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ പരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ റോസ്മേരി വെച്ചിട്ട് പാക്ക് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ ഒരു ഹെയർ ഗ്രോത്ത് ജെല്ല് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ ഞാൻ പലതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പാക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഒരു ഹെയർ ഗ്രോത്ത് ജെല്ല് ഉണ്ട് കേട്ടോ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഞാനത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. റോസ്മേരി ലീവ്സ് വെച്ച് തയ്യാറാക്കുന്ന ഒരു ജെല്ലാണ്, നമുക്ക് തയ്യാറാക്കി എടുത്ത് വെച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാനത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസ്മേരി ലീവ്സ് വെച്ചിട്ടുള്ള ഒരു പാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലതാണ്, നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു പാക്കാണ്. ഹെയർ ഗ്രോത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റോസ്മേരി ലീവ്സ് വെച്ചിട്ടുള്ള പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ 1 സ്പൂൺ റോസ്മേരി ലീവ്സ് എടുത്തിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ ഇടണം കേട്ടോ. 1 സ്പൂൺ അളവിൽ മതിയാവും, നമുക്ക് ഒരുപാട് അളവിലൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നമുക്ക് എത്രയാണോ പാക്ക് വേണ്ടത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം 1 ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഒരു നൈറ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് അടുത്ത ദിവസം നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലെ നമ്മൾ കുതിർക്കാനിട്ട റോസ്മേരിയുടെ ലീവ്സ് ഒക്കെ അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. റോസ്മേരിയുടെ ആ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഒരു ജീരക വെള്ളമില്ലേ, അതേ രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മുമ്പ് നമ്മൾ റോസ്മേരി ചെയ്ത സമയത്ത് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം എടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു തിളപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ, ഒന്നും നഷ്ടപ്പെടാതെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അത്യാവശ്യം കൂടുതലായിട്ട് ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ചെമ്പരത്തിപ്പൂ കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എനിക്കിന്ന് വേലി ചെമ്പരത്തി കിട്ടിയില്ല, ഞാനിങ്ങനെ വലിയ ചെമ്പരത്തിപ്പൂ ഇല്ല, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറുള്ള ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടി നല്ലത് നമ്മുടെ വേലി ചെമ്പരത്തിയാണ്, അത് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുടിക്കൊക്കെ നല്ല ഷൈനിങ് കിട്ടാനും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഇത് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു താളി പാക്കാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ഒരു താളി പാക്കാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വേറെ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പാക്കാണിത്. അപ്പോൾ ഞാനിതാ എല്ലാ ചെമ്പരത്തിപ്പൂവും ഇതെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-15 ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ റോസ്മേരിക്ക് ഞാനൊരു 10-15 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ഞെക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ. ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കൈ കൊണ്ട് ഞെക്കി പിഴിയുമ്പോൾ തന്നെ അതിൻ്റെ സത്ത് മൊത്തത്തിൽ വരും. റോസ്മേരി നമ്മൾ തലേദിവസം കുതിർക്കാനിട്ട കാരണം നമ്മളിങ്ങനെ ഞെക്കി പിഴിയുമ്പോൾ അതിനകത്തുള്ള സത്തൊക്കെ നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സിമ്പിളായിട്ടുള്ള പാക്കാണ്. അരക്കലോ പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു താളി പാക്കാണ്. അപ്പോൾ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഞെക്കി പിഴിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചെമ്പരത്തിപ്പൂ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റെഡ് കളറിൽ നമ്മുടെ താളി കിട്ടും കേട്ടോ. പിന്നെ ഈ താളിയുടെ സ്മെല്ല് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാവർക്കും അറിയാമല്ലോ, റോസ്മേരിയുടെ സ്മെല്ല് അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു താളി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്കും ആ ഒരു സ്മെല്ലുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള താളി പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് നമ്മുടെ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കണം കേട്ടോ. ഞാനിപ്പോൾ മുടിയിൽ ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ എടുത്തിട്ട് നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാലോ താളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര ഓയിലാണ് മുടിയിൽ തേക്കേണ്ടതെന്ന് അറിയാലോ. അങ്ങനെ ഡീപ്പ് ഓയിലിംഗ് ചെയ്യാതെ കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ റോസ്മേരിയുടെ താളി നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് തേച്ചാൽ ശരിയാവില്ല. നമുക്ക് മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ഈ ഒരു താളി പാക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. മുടിയിൽ അങ്ങനെ തേക്കണം നിർബന്ധമൊന്നുമില്ല. പാക്ക് ബാക്കി ഉണ്ടെങ്കിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിലേക്ക് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തായാലും സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് മുടി ഒന്ന് പിഴിയുമ്പോഴത്തേക്ക് തന്നെ അത് താഴത്തേക്ക് വന്നോളും. പിന്നെ ഇതൊരു താളി പാക്ക് അല്ലേ, നമ്മൾ കഴുകുമ്പോഴാണെങ്കിലും നമ്മുടെ മുടിയിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് വന്നോളും. നമ്മുടെ മുടിയിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കാൽപ്പിൽ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു താളി നിങ്ങൾ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ നമ്മുടെ മുടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിലും താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് പുതിയ മുടികളൊക്കെ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് നിങ്ങൾ വേറെ ഷാമ്പോ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് തണുപ്പ് ഒട്ടും പറ്റാത്തവരൊക്കെയാണ്, പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതൊരു മുടി കഴുകുന്ന സമയത്ത് ഒരു താളി നമ്മൾ കഴുകാൻ ഉപയോഗിക്കില്ല, ആ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് തണുപ്പ് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. തണുപ്പ് കുഴപ്പമില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് തേച്ച് കൊടുക്കുക. തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഒന്ന് പിഴിഞ്ഞിട്ട് മുടിയിലേക്ക് നമുക്ക് ഈ താളി ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ റോസ്മേരിയുടെ താളി സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കെട്ടി വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. പിന്നെ ഈ ഒരു താളി നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. താളിയാണല്ലോ, ഹെവി ആയിട്ടുള്ള പാക്കൊന്നും അല്ലാത്തതുകൊണ്ട് ഡെയിലി ഉപയോഗിക്കേണ്ട, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. താളിയുടേതായിട്ടുള്ള ഒരു ഗുണവും കിട്ടും, റോസ്മേരി ലീവ്സിന്റെ ആ ഒരു ഗുണവും നമ്മുടെ ഹെയറിന് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ റോസ്മേരി ലീവ്സ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് അത് നല്ല റിസൾട്ട് ആയിട്ട് തോന്നുന്നുണ്ട്, മുടിക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമന്റിലൂടെ പറയണം കേട്ടോ. നിങ്ങൾക്ക് പാക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം. അപ്പോൾ എൻ്റെ മേത്ത് കൂടെയൊക്കെ മൊത്തം താളി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.